ഇനി അഴിക്കുള്ളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ജയിലിൽ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സ്വർണം ചെമ്പാക്കിയത് പത്മകുമാറിന്റെ അറിവോടെ എന്ന് SIT. കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM. ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻമന്ത്രി കടകംപള്ളിയെ എന്ന് VD സതീശൻ. അഴിമതി CPMന്റെ അറിവോടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ. ഫെഡറൽ സംവിധാനത്തെ മറക്കരുത്. രാഷ്ട്രപതിയുടെ റഫറൻസ് ചോദ്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർണായക തീർപ്പ്. ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞുവെക്കരുതെന്നും വിവേചനാധികാരം ഉപയോഗിച്ചുള്ള തീരുമാനമെടുക്കണമെന്നും കോടതി. കളം പിടിക്കാൻ മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിലക്കര കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായില്ല. കാസർഗോഡ് DCC ഓഫീസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിലടി. അനിശ്ചിതത്വത്തിനൊടുവിൽ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഭീകരാക്രമണത്തിന്റെ വേരുകളിലേക്ക്. ഡൽഹി ഭീകരാക്രമണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആദ്യമല്ലെന്ന് അന്വേഷണ സംഘം. പൂർവ്വ വിദ്യാർത്ഥി ഗുജറാത്ത് സ്ഫോടന പരമ്പരയിലെ മുഖ്യ കണ്ണി. അറസ്റ്റിലായ 3 ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേർ കൂടി NIA കസ്റ്റഡി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരമേറ്റു. സാമ്രാട് ചൌധരിയും വിജയകുമാർ സിൻഹയും വീണ്ടും ഉപമുഖ്യമന്ത്രിമാർ. മന്ത്രിസഭയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഉൾപ്പെടെ പ്രമുഖർ. ചടങ്ങിന് സാക്ഷികളായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. NDAയുടെ ശക്തി പ്രകടനമായി സത്യപ്രതിജ്ഞാ ചടങ്ങ്.